ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന റിപ്പോർട്ടർ ഗ്രേഡ് എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ആൻസർക്കാണ് നമ്മൾ നോക്കുന്നത്. ഇനി LDC എക്സാം എഴുതുന്നവരാണെങ്കിലും ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം എഴുതുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. തെറ്റായ പദം ഏത്? വ്യത്യസ്തം. ഓപ്ഷൻ സി. വ്യത്യസ്തം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഫ്രം എന്നതിന് തുല്യമായ പദം. ഫ്രം എന്നതിന് തുല്യമായ പദം. പ്രേക്ഷകൻ. സന്നിഭം എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യം. സന്നിഭം എന്ന പദത്തിൻ്റെ അർത്ഥം തുല്യം. തെറ്റില്ലാത്ത പദമേത്? യാദൃച്ഛികം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഉദ്ഘാടനം എങ്ങനെ എഴുതുന്നു? ഉദ്ഘാടനം. പിന്നെ അടുത്തത് കുടിശ്ശിക. ഏതാ വരുന്നത്? ഈ ഷാ, രണ്ട് ഷാ വരും. കുടിശ്ശിക. പിന്നെ കായ വരത്തുള്ളൂ. കുടിശ്ശിക. കുടിശ്ശിക. ഐച്ഛികം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ച അടിയിൽ ഇച്ച. യാദൃച്ഛികം എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് ഐച്ഛികവും എഴുതുന്നത്. യാദൃച്ഛികം ഐച്ഛികം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ച അടിയിൽ ഇച്ച. കുടിശ്ശികയ്ക്ക് രണ്ട് ഷ വരും. കായാണ് വരുന്നത്. വെൻ പിഗ്സ് ഫ്ലൈ. വെൻ പിഗ്സ് ഫ്ലൈ. ഈ ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? വെൻ പിഗ്സ് ഫ്ലൈ. സംഭവിക്കാൻ തീരെ സാധ്യത കുറഞ്ഞത്. ഓപ്ഷൻ എ. ശരിയായ രൂപം ഏത്? നിഘണ്ടു. ഏതാ പറയുന്നത്? നിഘണ്ടു. ഓപ്ഷൻ ബി. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിലേ ഇടുന്നത്. ലോകപരിജ്ഞാനം കുറവുള്ള ആൾ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ലോകപരിജ്ഞാനം കുറവുള്ള ആൾ ആരാണ്? കൂപമണ്ഡൂകം. തെറ്റായ ജോഡി ഏത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആയം വ്യയം ശരിയാണ്. ഉദ്ഗ്രഥനം അപഗ്രഥനം ശരിയാണ്. കൃതജ്ഞത കൃതജ്ഞത ശരിയാണ്. ഏകം എന്താണ്? ഏകം അനേകം. ഏകത്തിൻ്റെ വിപരീത പദം ഏതാണ്? അനേകം. ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തതേത്? വിണ്ണാറ്. കളേബരം തനു വപുസ് ഗാത്രം ഇവ ഏത് പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്? ശരീരം. അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? ഉറ്റുകൊടുക്കുന്നവൻ. അഞ്ചാം പത്തി ഉറ്റുകൊടുക്കുന്നവൻ. ഏത് പദത്തിൻ്റെ പര്യായമാണ്? ജാതവേദസ്. ജാതവേദസ് അഗ്നി. ശരിയായ വാക്യം ഏത്? അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു. ഓപ്ഷൻ ഡി. തെറ്റായ പദമേത്? ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം. ഏതാ തെറ്റ്? ഇതാണ് തെറ്റ്. എങ്ങനെ അഥർവവേദം എന്ന് എഴുതുന്നത്? ഈ ധായാണ് വരുന്നത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അഥർവവേദം. ഈ ധനത്തിൻ്റെ ധായ്ക്ക് പകരം രഥത്തിൻ്റെ ധായാണ് വരുന്നത്. ഡിസ്റ്റൻറ്റ് ഡ്രം സൗണ്ട്സ് വെൽ. സമാനമായ അർത്ഥം വരുന്ന ചൊല്ലേത്? ഏതാണ് വരുന്നത്? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഓപ്ഷൻ ബി. ശരിയായ രൂപം ഏത്? സൃഷ്ടാവ്. ഓപ്ഷൻ എ. സൃഷ്ടാവ്. ദ്വന്ദ്വസമാസത്തിന് ഉദാഹരണമല്ലാത്തതേത്? ദ്വന്ദ്വസമാസത്തിന് ഉദാഹരണമല്ലാത്തതേത്? യഥാവിധി. ബാക്കിയെല്ലാം ദ്വന്ദ്വസമാസത്തിന് ഉദാഹരണമാണ്. കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം? കവയിത്രി. PSCക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം കവയിത്രി. ശരിയായ വാക്യമേത്? അധ്യാപകൻ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു. ആദ്യം എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെയാണ് രണ്ടാമത്തതിലും വരേണ്ടത്. അപ്പോൾ പഠിപ്പിക്കുകയും പഠിക്കുകയും.
ഇപ്പോൾ ഉള്ള എക്സാമിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഏത് ഫോമിൽ തന്നിരിക്കുന്നോ അതേപോലെ തന്നെയാണ് അടുത്തത് എഴുതേണ്ടത്. ഇവിടെ പഠിക്കുകയോ ഓ തന്നായിരുന്നെങ്കിൽ അങ്ങനെ ഓയിൽ വന്നേനെ. ഇവിടെ തന്നതുകൊണ്ട് ഇപ്പുറത്ത് എന്ന് വന്നു. മൂച്ചി എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? മൂച്ചി മാവ്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.